ഗുഡ് മോർണിംഗ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ രാവിലെ എന്തിനുള്ള പുറപ്പാടാണ്. അതെ, കുക്കിംഗാണ്. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ അപ്പവും മുട്ടക്കറിയിലാണ്. അടിപൊളി കിണ്ണം കാച്ചി അപ്പമാട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ പാൻ ഇങ്ങനെ എടുത്ത് ചൂടാകാൻ വെച്ചതിന് ശേഷം തലേന്ന് തയ്യാറാക്കി ബാറ്റർ എടുത്തിട്ട് ഇങ്ങനെ കോരിയും ഒഴിക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് അങ്ങ് ഉണ്ടാക്കണം അപ്പം. എന്നിട്ട് ഇങ്ങനെ തുറക്കുമ്പോണ്ടല്ലോ അടിപൊളി മണമാണ്. കണ്ടോ, ഇത്രയും പ്രകസനം കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒപ്പിക്കും. കണ്ട കാര്യമില്ല, ആസ് യൂഷ്വൽ. അതിനുശേഷം ഒരു ചെറിയ ചായ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ചായയൊക്കെ മേടിച്ചകത്ത് വന്നിട്ട് ഇങ്ങനെ പണ്ട് ഗുപ്തൻ പറഞ്ഞുകൊണ്ട് ചൂടുള്ള ചായ ഊതി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മുട്ടക്കറിയുടെ കാര്യം ഓർത്തത്. ഓ മൈ ഗോഡ്! പെട്ടെന്ന് ഞാൻ അത് തയ്യാറാക്കുന്ന ലക്ഷ്യത്തിലേക്ക് കടന്നു. എനിക്ക് എല്ലാ വീഡിയോകളൊന്നും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ചെറുതാക്കി ഷോർട്ടായിട്ട് കാണിക്കും. ഇനിയായിട്ട് നമ്മുടെ ഹൈലൈറ്റിലേക്ക് നമ്മൾ പോവുകയാണ് ഗൈസ്. ഇതാണ് മുട്ടക്കറി എന്ന് ഉദ്ദേശിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ച പുഴുങ്ങിയ മുട്ടയാണ്, ഒരിക്കലല്ല. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മുട്ട ഇങ്ങനെ പൊട്ടിച്ച് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് അതിനെ നമ്മളിങ്ങനെ അടച്ചങ്ങ് വയ്ക്കും. അടച്ച് വെച്ച് കഴിയുമ്പം പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഊറുകയാണ്. അടിപൊളി സാധനമാണ് കേട്ടോ. ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും സെറ്റായോ ഇല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ ആ ഉള്ളി എല്ലാവരും എടുത്ത് അതിൻ്റെ മണ്ടക്കേക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും ആവിയിൽ കൊണ്ടിത് സെറ്റാവും. ഇനി അടുത്ത പരിപാടി നമുക്ക് തിന്നുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് ആദ്യത്തെ ഒരു മുട്ട ഉണ്ടോ, പൊരിച്ച മുട്ട പോലെ തന്നെ ഇരിക്കും. അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് ഒരു പിടിക്കണം രാവിലെ. അടിപൊളിയല്ലേ? അപ്പം ഞാൻ പോയി കഴിച്ചിട്ട് വരാം. ബൈ.